സത്തിനും പരമായിരിക്കുന്നു നിത്യമാം പരം അത് ബ്രഹ്മമെന്നറിഞ്ഞാലും ആദിത്യൻ ലോകങ്ങളെ ചേഷ്ടിപ്പിച്ചതുകളിൽ ആദിത്യൻ തന്നെ എങ്ങും ശോഭിച്ചു നിബദ്ധനായി ലോകകർമ്മങ്ങൾക്കെല്ലാം സാക്ഷിയായി നിൽക്കുമ്പോൾ ഏകമായി സർവത്തിനും കാരണം ബ്രഹ്മം തന്നെ സഗുണമായും പിന്നെ നിർഗുണമായും തഥാ സഗുണ നിർഗുണങ്ങളല്ല എന്നുള്ളതും ബ്രഹ്മം. ഇങ്ങനെ ബ്രഹ്മസൂക്ഷ്മം കേട്ടോരു വിദേഹനും മംഗള ഭഗവാൻ തൻ പൂജയെ കേൾപ്പിക്കുന്ന ഇത്തരം ദ്രവവാക്യം കേട്ടുടൻ ആ ബിർഹോത്രൻ ഉത്തമനായ നൃപൻ തന്നോട് ചൊല്ലിയിടിനാൻ. മുന്നമങ്ങൊരു മുനി പുത്രന് വിഷ്ണു പൂജ നന്നായിട്ടുപദേശിച്ചിടിനാൻ. അത് ഞാനും ഇന്നുപദേശിച്ചിടാം കേട്ടുകൊണ്ടാലുമെങ്കിൽ. നന്നായി വിചാരിക്കിൽ കർമ്മവും അകർമ്മവും പിന്നേത് വികർമ്മവും എന്നിവ മൂന്ന് വിധി. നന്നായിട്ടിരിക്കുന്ന പരമാത്മനി ഭേദഭിന്ന കൽപ്പനയെല്ലാം ലൗകിക പൂർവപക്ഷം ചൊന്നതുകൊണ്ട് വിദ്വാൻമാരൊക്കെ മോഹിക്കുന്നു. ആയതങ്ങപരോക്ഷ വിധി ബോധിക്കും നേരം പോയിടും പരോക്ഷമായുള്ളൊരു വേദവിധി. അജ്ഞാനി ജനങ്ങൾക്ക് ദോഷകർമ്മങ്ങൾ നീക്കി വിജ്ഞാനം വരുത്തുവാൻ വിധിച്ച് സൽക്കർമ്മങ്ങൾ അജ്ഞാനി ഗിതേന്ദ്രിയനായിട്ടു ദോഷകർമ്മം പ്രജ്ഞാനം കൊണ്ട് നീക്കി നിഷ്കാമ സൽക്കർമ്മങ്ങൾ ഈശ്വരാർപ്പണം ചെയ്ത് മാനസശുദ്ധിയോടും ഈശ്വരാനുഗ്രഹേണ സദ്ഗുരു ലഭിച്ചുടൻ ശാസ്ത്രപാഠാർത്ഥ ഗ്രഹണം ചെയ്തു ഗുരുതത്വമോർത്ത് വൈഷ്ണവ പൂജ ചെയ്യണം. വഴിപോലെ മാനസ ശുദ്ധ്യാത്യുജിതാസനസ്ഥിതനായി ധ്യാനാഭ്യഷ്ടാംഗയോഗാ ദേഹശുദ്ധിയും ചെയ്ത് ആംഗന്യാസങ്ങൾ ചെയ്തു പവിത്രം ധരിച്ചത് മംഗളക്ഷിത്യാത്മലിംഗങ്ങളെ കൽപ്പിച്ചുടൻ പാദ്യാർഘ്യാദികൾ ഉപചരിച്ചു സമബുദ്ധ്യ സാധ്യമായുള്ളോർവചാരം കൊണ്ടലങ്കൃത്യ മൂലമന്ത്രവും ചിത്തേ ധ്യാനിച്ച് സാങ്കോപാംഗപാലനമൂർത്തികളെ മൂലമന്ത്രേണ തഥാ പിന്നെയും സ്നാനവസ്ത്രാഭരണാദികളും വന്ദിതാനന്ദത്തോടെ ജലഗന്ധാദി കൊണ്ടും ഈ വണ്ണം പാർഷദന്മാരോടുകൂടിയിടുന്നൊരു ദേവൻ കേവലം സർവവ്യാപ്തനാകുന്ന വിഷ്ണുദേവനെ പൂജിച്ചുടൻ കീർത്തിച്ചു വഴി പോലെ സേവിച്ച് പിന്നെ ശിരസിങ്കൽ ഉദ്വസിപ്പിക്ക ഇത്തം മാനസത്തിലും അപ്പിലും അഗ്നിയിലും നിത്യനായി ഈശ്വരനായിടുന്നോരാത്മാവിനെ നിത്യം ഭക്തിയോടെ പൂജിച്ചിടുന്നവർക്ക് സത്വരം മുക്തിപദം സിദ്ധിക്കും സംശയം. ഇങ്ങനെ കേട്ട നേരം മംഗളനായ നൃപൻ തിങ്ങിനോരാനന്ദത്താൽ പിന്നെയും ചോദ്യം ചെയ്തു